ശ്രീരാമ ഭക്തർ 2025 നവംബർ 25-നായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതെ, ഇന്ന് ഈ ദിവസം അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മുകളിൽ വിശുദ്ധ പതാക ഉയർത്തുകയാണ്. അതൊരു വിളംബരമാണ്. ഭാരതത്തിലെ അസംഖ്യം രാമഭക്തർ കാത്തിരുന്ന രാമക്ഷേത്രം പൂർണ്ണമായി എന്ന വിളംബരം നടക്കുന്ന ദിവസം. വിവാഹ പഞ്ചമിയും ഈ ദിവസം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വരെ എല്ലാവരും പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുക്കും. ഒരു ക്ഷേത്രത്തിനു മുകളിൽ പതാക ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് എന്നും രാംലല്ലയുടെ ക്ഷേത്രത്തിനു മുകളിൽ ഉയർത്തിയിരിക്കുന്ന വിശുദ്ധ പതാകയുടെ പ്രത്യേകത എന്താണ് എന്നും നമുക്ക് നോക്കാം. ക്ഷേത്രത്തിന്റെ മുകളിൽ പതാക ഉയർത്തുന്നത് എന്തിനാണ്? ക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തുന്ന പാരമ്പര്യം വളരെ പഴക്കമുള്ളതാണ്. ഹിന്ദുമതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഗരുഡപുരാണം പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിന്റെ മുകളിൽ പറക്കുന്ന പതാക ദേവന്മാരുടെയും ദേവതകളുടെയും സാന്നിധ്യത്തെയും ദിവ്യ സംരക്ഷണത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഈ പതാക ദൂരെയുള്ള ഭക്തർക്ക് ഈ സ്ഥലം ദിവ്യത്വം നിറഞ്ഞതാണ് എന്നതിനുള്ള ഒരു സന്ദേശമാണ്. രാമായണത്തിലും രാമചരിതമാനസത്തിലും പതാക, കൊടിമരം, സ്വാഗത കവാടം എന്നിവയെക്കുറിച്ചുള്ള പ്രത്യേക വിവരണങ്ങളുണ്ട്. ഒരു ക്ഷേത്രത്തിന്റെ ശിഖരം പ്രപഞ്ചശക്തി ആദ്യം പ്രവേശിക്കുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. ഈ ദിവ്യശക്തിക്കും ശ്രീകോവിലുള്ള ദേവന്റെ ഊർജത്തിനും ഇടയിലുള്ള ഒരു മാധ്യമമാണ് പതാക. അതിനാൽ തന്നെ ശിഖരത്തിലെ പതാക തുടർച്ചയായി പറന്നുയരുന്നു. സമുച്ചയത്തിലുടനീളം പോസിറ്റീവ് ഊർജം പ്രസരിപ്പിക്കുന്നു. ഏതൊരു ക്ഷേത്രത്തിലും പതാക ഉയർത്തുന്നത് അതിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി എന്നതിന്റെ സൂചനയാണ്. രാമക്ഷേത്രത്തിലെ കൊടുമുടിയിൽ ഉയർത്തുന്ന ധർമ്മധ്വജത്തിന്റെ പ്രത്യേകതകൾ പറയാം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ 2025 നവംബർ 25-ന് ധർമ്മധ്വജം ഉയർത്തുകയാണ്. ഈ പതാക 191 അടി ഉയരത്തിൽ പറക്കും. ഈ പതാക ഉയർത്തൽ ഭഗവാൻ ശ്രീരാമനോടുള്ള ആദരവിന്റെ പ്രതീകം മാത്രമല്ല, അയോധ്യയുടെ സൂര്യവംശി രഘുകുല പാരമ്പര്യങ്ങളുടെ അഭിമാനകരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. രാമക്ഷേത്രത്തിൽ ഉയർത്തുന്ന പതാക കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതായിരിക്കും. ഈ പതാകയ്ക്ക് 22 അടി നീളവും 11 അടി വീതിയും ഉണ്ടാകും. ഇതിന് ഏകദേശം 2.5 കിലോഗ്രാം ഭാരം വരും. രാമക്ഷേത്രത്തിൽ ഉയർത്തുന്ന പതാകയുടെ നിറം കാവി നിറമായിരിക്കും. ഹിന്ദുമതത്തിൽ കുങ്കുമം ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഊർജത്തിന്റെയും പ്രതീകമാണ്. പതാകയിൽ 3 ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. ഓം, സൂര്യൻ, കോവിദാരം. അതൊരു വൃക്ഷമാണ്. പതാകയിൽ ചിത്രീകരിച്ചിരിക്കുന്ന സൂര്യൻ ശ്രീരാമന്റെ സൂര്യവംശി പാരമ്പര്യത്തെ പ്രതീകപ്പെടുത്തുന്നു. വാത്മീകി രാമായണത്തിൽ കോവിദാര വൃക്ഷത്തെക്കുറിച്ച് പരാമർശമുണ്ട്. രാമക്ഷേത്രത്തിന്റെ ശിഖരത്തിന് മുകളിൽ ഉയർത്തുന്ന പതാകയിൽ ഒരു ചക്രവും ഉണ്ടായിരിക്കും. രാമക്ഷേത്ര സമുച്ചയത്തിലെ 7 ക്ഷേത്രങ്ങളുടെയും പതാകകൾ ത്രികോണാകൃതിയിലുള്ളതായിരിക്കും. ഓം ചിഹ്നം മാത്രമേ വഹിക്കുന്നുള്ളൂ. പ്രധാന ക്ഷേത്രത്തിലെ പതാകയേക്കാൾ ചെറുതായിരിക്കും. രാമക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്താൻ ഒരു പൈപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.